പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെയാവേ. തട്രോഫീത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസമാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുരിശിനെ പറ്റിയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 4:15 വായിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ 4:15 വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാം. കായൻ ഹാബേലിനെ കൊന്നു, അത് നമുക്കറിയാം. അവനാകെ പിന്നെ പേടിയായി. നിഷ്കളങ്കനായ ഹാബേലിനെയാണ് കൊന്നതെന്ന് അവനറിയാം. അവനോട് പലതരത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. ഒരു ദേഷ്യം അവൻ്റെ ബലി യഹോവ സ്വീകരിച്ചില്ല, ഹാബേലിൻ്റെ ബലി സ്വീകരിച്ചു. ഹാബേല് രക്തബലി അർപ്പിച്ചു. അതിനെപ്പറ്റി പിതാക്കന്മാർ ഈ സദറാകളിൽ പറയുന്നത്, ദൈവം ഹാബേലിനും നോഹിനും മൽക്കീസദെക്കിനും തൻ്റെ സ്വർഗീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് നമ്മൾ സദറാല തന്നത്. സ്വർഗീയ രഹസ്യങ്ങളെ ഹാബേലിനും നോഹിനും മൽക്കീസദെക്കിനും വെളിപ്പെടുത്തി കൊടുത്തു. മൽക്കീസദേക്ക് അപ്പം വീഞ്ഞു കൊണ്ടുവന്നു. അത് പുതിയ നിയമബലി. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമേ പുതിയ നിയമബലി. പഴയ നിയമത്തിൻ്റെ ബലിയിൽ രക്തബലിയാണ്. ഹാബേലിന് ആ രഹസ്യം വെളിപ്പെടുത്തി കിട്ടിയത് കൊണ്ടാണ് ഹാബേല് നല്ല കുഞ്ഞാടിനെ തിരഞ്ഞെടുത്ത് ബലി കഴിച്ചത്. ഇവൻ ഭോജന ബലി, സസ്യാദികളിൽ നിന്നുള്ള ബലിയാണ് അർപ്പിച്ചത്. അതാണ് ഹാബേലിൻ്റെ ബലി സ്വീകരിക്കുവാനും കായൻ്റെ ബലി തിരസ്കരിക്കുവാനും കാരണം. പിന്നെ ആദത്തിന് ഹവ്വയ്ക്കും 2 പെൺമക്കളുണ്ടായിരുന്നു. അവരിൽ സുന്ദരിയായ പെണ്ണിനെ അപ്പൻ ഹാബേലിന് കൊടുക്കാനാണ് തീരുമാനിച്ചത്. കായന് കൊടുത്തില്ല. അതിലവൻ്റെ ദേഷ്യം. ആ 2 ദേഷ്യവും കൂടിയിട്ടാണ് ഈ കൊല നടത്തിയത്. നടത്തി കഴിഞ്ഞപ്പോഴാണ് അപകടമായല്ലോ, അബദ്ധമായല്ലോ എന്ന് ഓർത്തു. എങ്ങനെ കൊല നടത്താൻ അവരെ പ്രേരിപ്പിച്ചതാരാ? ഇവനങ്ങനെ കൊല്ലാൻ പറ്റുന്നവനെങ്ങനെ അറിഞ്ഞേ? അതാ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ അമ്മ അത്തിയിലെ കുട്ടി തുന്നി വസ്ത്രം ഉണ്ടാക്കി വെയിൽ വന്നപ്പോൾ തുടങ്ങിപ്പോയി. പിന്നെ ദൈവം തന്നെ ഇറങ്ങി വന്നതാണ്. ദൈവം എല്ലാ ദിവസവും ഇറങ്ങി വരും. അവർക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഒച്ചയേക്കാം. കുഞ്ഞാടിനെ കൊന്ന് രക്തം വീഴ്ത്തി അതിൻ്റെ തോലെടുത്ത് ഞങ്ങളെ ധരിപ്പിച്ചു. അത് സ്ഥിരമായി. കുഞ്ഞാടിനെ കൊന്നു. അപ്പോൾ അടിച്ചാൽ മർദ്ദിച്ചാൽ ഹാബേല് മരിക്കും എന്ന് കായൻ ഗ്രഹിക്കുകയാണ്. ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ കിടന്ന് എന്നോട് നിലവിളിക്കുന്നു എന്നൊക്കെ പറയുന്ന രംഗങ്ങളുണ്ട്. ആ ബാധിക്കാൻ പോകുന്നില്ല. അവനാകെ പേടിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, യഹോവയാ ദൈവമേ, ഞാൻ ഇവിടുന്ന് പോയാൽ ആളുകൾ എന്നെ കൊല്ലും. എന്നെ കൊല്ലാതിരിക്കേണ്ടതിന് നീ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം. ദൈവം അവനെ നെറ്റിയിൽ താവ് എന്ന അക്ഷരം, എബ്രായ ഭാഷയിലെ ഒരു അക്ഷരമാണ് താവ്. അത് ഏകദേശം കുരിശിൻ്റെ രൂപമാണ്. ആ അടയാളം കൊടുത്തു. ഇനി ധൈര്യമായിട്ട് പൊക്കോ, നിന്നെ ആരും ഉപദ്രവിക്കില്ലത്. ചിലർ പറയും അവന് പാപമോചനം കൊടുത്തൊന്നും ഒരിക്കലുമില്ല. പാപമോചനം കർത്താവിൽ കൂടി മാത്രമേ സാധിക്കുള്ളൂ. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ പാപമോചനമുള്ളൂ. പഴയ നിയമത്തിൽ പിതാവ് ആർക്കും അതിന് കൊടുക്കുന്നില്ല. അതൊക്കെ പുത്രനിലേക്ക് കൊണ്ടാനാ. ന്യായപ്രമാണം മുതൽ പുത്രനിലേക്കാണ് നമ്മെ ആനയിക്കുന്നത്. പഴയ നിയമം മുഴുവൻ യേശുവിനെ ഉന്മുഖമാക്കിയാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ കുരിശിൻ്റെ അടയാളം
ആണ് കുമ്പസാര സമയത്ത് പാപം മോചിക്കാൻ പുരോഹിതൻ ഉപയോഗിക്കുന്നത്. നെറ്റി പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് ഓർത്തുകൊള്ളു. ഗോലിയാത്തിനെ ദാവീദ് കൊന്നത് എങ്ങനെയാണ്? ശരീരം മുഴുവൻ പടച്ചട്ട അരിച്ചേ കാണും. ഒരു രക്ഷയില്ല, ഒന്നോടെ ഏക്കൂല. രാജാവിൻ്റെ പടച്ചട്ടയാണ്. ഒരു ഇടപാടവിടെ തുറക്കൂല. ഇവൻ്റെ ഈ കല്ലും കവിണയും മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് വേണോ യഹോവേ, അവൻ പറഞ്ഞു, ദൈവം കൽപ്പിച്ചു, നീ ശരിക്കും സൂക്ഷിച്ചു നോക്ക്, ഒരു ഭാഗത്ത് പടച്ചട്ടയില്ല, നീ അത് ശ്രദ്ധിക്കേ. അങ്ങനെ അവൻ നോക്കിയിട്ട് കാണാൻ പറ്റില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, ഈ നെറ്റിയിലേക്ക് സൂക്ഷിച്ചു നോക്കുക, നെറ്റിയുടെ നടുവിലായി ഒരു ശകലം ഭാഗം പടച്ചട്ടയില്ലാതെയുണ്ട്. നീ എടുക്കുക വീണ എറിയ കല്ല്. അവനെ എടുത്ത് ദാവീദ് എറിഞ്ഞ് കൃത്യം ആ നെറ്റിയിൽ തന്നെ ആ കർത്താവ് പറഞ്ഞ ഭാഗത്ത് തന്നെ ആ കല്ല് ചെന്ന് വീഴും. പ്രധാനപ്പെട്ട മർമ്മഭാഗം ഓരിയാത്തവിടെ മറിഞ്ഞു വീഴും. അവൻ്റെ വാലെടുത്ത് ദാവീദ് അവനെ കൊന്നു. കണ്ടോ, ആ നെറ്റിയിലെ അടയാളം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹസ്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പ്രവാചകനോട് പറയാണ്, നീ യെരൂശലേം നഗരത്തിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സറ തിന്മകൾ ഓർത്ത് നെടുവീർപ്പിട്ട് കൊണ്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളം വരയ്ക്കുക എന്ന് കൽപ്പിച്ചു. അടയാളം വരയ്ക്കുക എന്ന് കൽപ്പിച്ചു. ഇസ്രായേലും പാപത്തിൽ വീണു. അന്യദൈവന്മാരെ ആരാധിച്ച് അവർ ജീവിക്കുക, ദുഷ്ടതയാണ് ചെയ്യുന്ന മുഴുവൻ. യഹോവ അവരെ നശിപ്പിക്കാൻ തീരുമാനിക്കുക. ചിലർക്ക് പഴയ ദൈവത്തിലെ യഹോവ കൊല്ലണ ദൈവമാണെന്നൊക്കെ ചോദിക്കേണ്ട. കൊല്ലും. സൃഷ്ടിക്കാൻ അവർ അധികാരമുണ്ട്, അത് കൊല്ലം ജീവിക്കാം. പറഞ്ഞാൽ അവൻ പറഞ്ഞനുസരിച്ച് ജീവിക്കണം. അതാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ആ പഴയ ദൈവത്തിലെ യഹോവയുടെ പുത്രൻ തന്നെയാണ് പുതിയ ദൈവത്തിലെ യേശു ക്രിസ്തു. അത് മനസ്സിലാക്കണം. അപ്പോൾ അവരോട് പറഞ്ഞു, നീ യെരൂശലേം നഗരത്തിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സർവ്വ തിന്മകൾ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുണ്ട് അവിടെ. അയ്യോ, ഇസ്രായേൽ മക്കൾ എല്ലാവരും നശിച്ചു പോകുന്നില്ല. ചിലർ ഈ ദുഷ്ടന്മാർ കാണിക്കുന്ന ആ പരിതാപകരമായ പ്രവൃത്തിയുണ്ട്. അതായത് അന്യദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഇവർ നെടുവീർപ്പിട്ട് കരയാണ്. അവരുടെ നെറ്റിമേൽ നീ ഒരടയാളം വരയ്ക്കണം. 9:4, 9:5, 6 തുടർന്ന് പറയുന്നുണ്ട്, വൃദ്ധന്മാരെയും യുവാക്കളെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളയുവിൻ, എന്നാൽ അടയാളമുള്ള ഒരുവനെയും തുടരുത്. ഏതാ? നെറ്റിയിൽ അടയാളം വരച്ചിട്ടോ? അടയാളം എന്താണെന്ന് വ്യക്തമല്ല, പക്ഷേ അത് കുരിശിൻ്റെ മുൻരൂപമായിരിക്കും. അത് സംശയമൊന്നുമില്ല. അവരാരെയും തുടരുത്, അവർ രക്ഷ പ്രാപിച്ചവരാണ്. ഇപ്പോൾ കുരിശിൻ്റെ രൂപത്തിലുള്ള മുൻ അടയാളങ്ങളെ ഞാൻ പറയുന്നു. ഈ കുരിശ് മൂലമാണ് രക്ഷ. ചിലർ പറയും കായീൻ്റെ തലയിൽ വെച്ച് ഹൂസോയ പ്രാർത്ഥന കൊടുത്തൊന്നുമില്ല. ഒരിക്കലുമില്ല. അവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു അടയാളം കൊടുത്താണ്. അവന് പാവത്തിന് കൊടുത്തല്ല, ഹൂസോയ കൊടുത്തിട്ടില്ല. ഹൂസോയ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുർബാന കൊടുക്കണ്ടോ? ഹൂസോയ പ്രാർത്ഥന കർത്താവിൽ കൂടിയാണ്. പാപമോചനം കർത്താവിൽ കൂടിയാണ്. ദാവീദ് തെറ്റ് ചെയ്തിട്ടും നാഥാൻ പ്രവാചകൻ പറഞ്ഞത്, യഹോവ നിന്നെ രക്ഷിക്കട്ടെ, എനിക്കിതിനകത്തൊന്നും പറയാനില്ല. ഒരു പ്രവാചകനായിട്ട് പോലും അവൻ മോചനം കൊടുക്കല്ല, ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയുന്നുള്ളൂ. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ വിശുദ്ധ കുരിശിൻ്റെ മഹിമയെ നമുക്കിവിടെ കാണാം. കുരിശെന്ന് വ്യക്തമായിട്ട് പറയത്തില്ലെങ്കിലും അവിടെ ഞാൻ പറഞ്ഞില്ലേ, താവ് എന്ന അക്ഷരം കുരിശിൻ്റെ രൂപത്തിലായിരുന്നു. നെറ്റിമേൽ വരയ്ക്കാനും പറഞ്ഞത് കുരിശിൻ്റെ രൂപത്തിലായിരിക്കണം, വെറുതെ ഒരു വര വരയ്ക്കാനല്ലായിരിക്കില്ല പറഞ്ഞു. മറ്റൊന്ന്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടെങ്കിൽ ഒരു ഉദാഹരണം മാത്രം. പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ
എൻ്റെ 1:13 വായിക്കണം. നിങ്ങളും സത്യത്തിൻ്റെ വചനത്തെ, നിങ്ങളുടെ ജീവൻ്റെ സുവിശേഷത്തെ താൻ മൂലം കേൾക്കുകയും അവനിൽ നിങ്ങൾ വിശ്വസിക്കുകയും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്ര കുത്തപ്പെടുകയും ചെയ്തു. ശ്രദ്ധിച്ചു വായിക്കണത്. എഫേസ്യർ 1:13. നിങ്ങളും സത്യത്തിൻ്റെ വചനത്തെ, നിങ്ങളുടെ ജീവൻ്റെ സുവിശേഷത്തെ താൻ മൂലം കേൾക്കുകയും, സുവിശേഷം കേട്ടു, അതിനാൽ നിങ്ങൾ വിശ്വസിക്കുകയും. വെറുതെ ഞാൻ വിശ്വസിക്കുന്നു കൊണ്ട് കാര്യമില്ല. അവൻ പറയുന്നത് വിശ്വസിക്കണം, അവൻ ചെയ്തത് വിശ്വസിക്കണം, അവൻ അനുഷ്ഠിച്ചത് വിശ്വസിക്കണം, വിശുദ്ധ കൂദാശകൾ അവർ സ്ഥാപിച്ചത് വിശ്വസിക്കണം, അതിൽ കൂടി ദൈവത്തിൻ്റെ കൃപ കിട്ടുമെന്ന് വിശ്വസിക്കണം. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. വിശ്വസിക്കുകയും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്ര കുത്തപ്പെടുകയും ചെയ്തു. അത്രയൊക്കെ ചെയ്യപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വിശുദ്ധ മോറോനാൽ നിത്യജീവന് വേണ്ടി നീ മുദ്ര കുത്തപ്പെടുന്നു. അതിൽ കൂടി പരിശുദ്ധാത്മാവ് അവന് ലഭിക്കുകയാണ്. അവന് മാത്രമല്ല, അവൻ്റെ ശരീരത്തിന് മാത്രമല്ല, അവൻ്റെ ആത്മാവിലേക്കും ആ മുദ്ര കുത്തപ്പെടുകയാണ്. പിന്നെ രണ്ടാമതൊരു മുദ്ര കുത്തപ്പെടൽ ആത്മാവിലും ഇല്ല, ശരീരത്തിലും ഇല്ല. രണ്ടാമതൊരു മാമോദിസ ഇല്ലാത്ത അർത്ഥം. ഒരു പ്രാവശ്യം മാമോദിസ മുങ്ങിയാളെ വേറെ മുക്കില്ല. വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്, വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉള്ളതാകുന്നു പൗലോസ് റോമാലേഖനത്തെ പറയുന്നത്. എല്ലാ സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുത്തവരാണ്. അതും പോട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിനാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഉത്തരവാദിത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആ വാഗ്ദത്തം ദൈവം നേരത്തെ കൊടുത്തിരിക്കുന്നതാണ്. അബ്രഹാമിൻ്റെ സന്തതിയായ ഇസ്ഹാക്കിൻ്റെ സന്തതികളായ വാഗ്ദത്തത്തിൻ്റെ പുത്രന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അല്ലാതെ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കുളത്തിൽ പോയി മാമോദിസ മുങ്ങിയാലൊന്നും ഒരു പരിശുദ്ധാത്മാവിനെ കിട്ടൂല. ശരിയായ മാമോദിസ അല്ലാതെ. വിശുദ്ധ മോറോൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുദ്ര കുത്തപ്പെടണം. ഞങ്ങൾ അപ്പോസ്തോലിക ആചാരങ്ങളെ അപ്പാടെ അനുസരിക്കുന്നവരാണെന്നൊക്കെ പെന്തക്കോസ്തുകാരും പ്രൊട്ടസ്റ്റന്റുകാരും മറ്റ് സഭകളൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യം, എന്താ അനുസരിക്കണേ? ഇപ്പം പൗലോസ്ലീഹ പറഞ്ഞ കാര്യം അനുസരിക്കണോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കുമാണ്. ആ മക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ കൊച്ചുകുട്ടി വലിയ കുട്ടി ഇതൊന്നുമില്ല. കൊച്ചുകുട്ടിക്ക് കർത്താവ് മരിച്ചതും ഉയർത്തതും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആ കർത്താവിൻ്റെ മരണം മൂലമുള്ള വിശ്വാസവും വാഗ്ദത്വവും ഈ കുട്ടിക്കുണ്ട്. അവനത് പറയാൻ പറ്റില്ല എന്നുള്ളൂ. അതുകൊണ്ടാണ് തലോട്ടപ്പനെ കൊണ്ട് ഉറപ്പിക്കുന്നത്. ആ കുട്ടിയിലത് നിക്ഷിപ്തമാണ്. സകലജനത്തിനുണ്ടാവാനുള്ള സന്തോഷ വാർത്തയാണ്. സകലജനത്തിന് വേണ്ടിയാണ് അവന് മരിച്ചത്, അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റത്. അതിൻ്റെ ശക്തി കൊച്ചുകുട്ടിക്കുണ്ട്. ആകയാൽ ഈ കുരിശ് മഹത്വീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് കുരിശിനെ ഞങ്ങളെ എല്ലാ ക്രമത്തിലും, എല്ലാ പ്രാർത്ഥനകളിലും, എല്ലാ കൂദാശകൾ അനുഷ്ഠിക്കുമ്പോഴും നടുവിലൊരു മരക്കുരിശ് വയ്ക്കും, ഇരുവശത്തും മെഴുതിരി കത്തിച്ചു വയ്ക്കും. ആ മെഴുകുതിരികൾ മാലാഖമാരെ സൂചിപ്പിക്കുന്നുണ്ട്, ചില പരിശുദ്ധന്മാരെ സൂചിപ്പിക്കുന്നുണ്ട്. പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ മാലാഖമാരെന്ന് വിചാരിച്ചോ, മാലാഖമാരുടെ മധ്യേ ദൈവം സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ സിംഹാസനത്തിലിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് രണ്ടു വശത്തും തിരികത്തിച്ചു വയ്ക്കുന്നത്. അവൻ പ്രകാശമാകുന്നു എന്നുള്ളതിനും അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്.
ദുഃഖവെള്ളിയാഴ്ച കുരിശന് വന്നിക്കുന്നത് അതിൽ തൂക്കപ്പെട്ട കർത്താവിനെ ഓർത്താണ്. ആ കർത്താവിനെയാണ് വന്നിക്കുന്നത്, അല്ലാണ്ട് മരക്കുരിശിനെയല്ല. ഈ കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സൂചിപ്പിച്ചെന്ന് മാത്രം. അതുകൊണ്ട് സത്യമാമോദീസ മുങ്ങുവാൻ, വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ നെറ്റിമേൽ മുദ്രയിട്ട് വിശുദ്ധ മോറോനിൽ മുദ്രയിട്ട് സഭയിൽ അംഗങ്ങളായി തീർന്നെങ്കിൽ സഭാംഗമാവും, അപ്പോസ്തോലിക പാരമ്പര്യമാവും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.